നായ നജസ്സാണോ? നായയെ മുസ്ലിമീങ്ങൾ മോശപ്പെട്ട ജീവിയായിട്ടാണ് കാണുന്നത്? അല്ലെന്നാണ് മറുപടി. നായ നജസാണെന്ന് കരുതി അത് മോശം ജീവിയാണെന്നോ നായയെ വെറുക്കണമെന്നോ അല്ലെങ്കിൽ നായയെ കാണുന്നിടം കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കണമെന്നൊന്നുമല്ല. ദാഹിച്ചു വലഞ്ഞ നായക്ക് ചെരുപ്പഴിച്ച് അതിൽ വെള്ളം കോരി കൊടുത്ത് സ്വർഗാവകാശിയായ ഒരാളെ കഥ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന് കാവലിരുന്ന ഖുർആൻ പരാമർശിച്ച ഒരു നായയുണ്ട്. ആ നായ സ്വർഗത്തിലാണെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. രോഗത്താൽ ശരീരമാകെ വ്രണപ്പെട്ട് പൊട്ടിയൊലിച്ച് ദുർഗന്ധം മൂലം നാട്ടുകാർ എറിഞ്ഞോടിച്ച ഒരു നായയെ ഷെയ്ഖ് റിഫായി റഹിമുള്ള ഒരു പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിക്കുകയും അതിനായി ഒരു കൂടാരം നിർമ്മിച്ച് ഭക്ഷണവും മരുന്നൊക്കെ നൽകുന്നുണ്ട്. 40 ദിവസത്തോളം അതിനെ ശുശ്രൂഷിച്ചപ്പോൾ ഒരു നായയെ ഇത്രത്തോളം ശുശ്രൂഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച നാട്ടുകാരോട് റിഫായി തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ നായ കാരണം ചോദ്യം ചെയ്യപ്പെടലിനെ ഞാൻ ഭയക്കുന്നു എന്നായിരുന്നു. നായ ഒരു മോശം ജീവിയല്ല, എന്നാൽ നായയെ നനവോടെ സ്പർശിച്ചാൽ 7 പ്രാവശ്യം കഴുകണമെന്നും അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. കാരണം നായ നജസ്സാണ്. നജസ് ശരീരത്തിലായാൽ അത് കഴുകൽ നിർബന്ധമാണ്. അത് സയന്റിഫിക്കലിയോ ലോജിക്കലിയോ നോക്കിയിട്ടൊന്നുമല്ല, അള്ളാഹു പറഞ്ഞ ദീനിന്റെ ഒരു നിയമമായതുകൊണ്ടാണ്. അതിനർത്ഥം നായ മോശപ്പെട്ടതാണെന്നല്ല.